ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആഡ് ടു കാർട്ടിൽ ഞാനിപ്പോൾ ഒരു ഐറ്റം ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് യൂസർ ലോഗിൻഡ് ആണോ അല്ലേ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. സോ ലോഗിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സൈൻ ഇൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സാണ്. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട് എൻഡിൽ പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, അവിടെ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, അതായത് യൂസർ ലോഗിൻഡ് ആണോ അല്ലേ. സോ അതിനായിട്ട് ഞാൻ ആദ്യം JWT ടോക്കൺ എടുക്കും. സോ കോൺസ്റ്റ് JWT ടോക്കൺ വിച്ച് ഈസ് ഈക്വൽസ് ടു സെഷൻ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം ഓഫ് JWT. സോ JWT ടോക്കൺ ഞാൻ എടുക്കും. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു റൗട്ടറും ഞാൻ ഇട്ട് കൊടുക്കും. സോ കോൺസ്റ്റ് റൗട്ടർ ഫ്രം യൂസർ റൗട്ടർ, കാരണം അല്ലെങ്കിൽ എനിക്ക് റൗട്ട് ചെയ്യണം, അതാണ് ഫ്രം നെക്സ്റ്റ് നാവിഗേഷൻ. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ആഡ് ടു കാർട്ടിൽ ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കും. സോ അതാണ് ഇപ്പോൾ ആഡ് ടു കാർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. സോ അതിലൊരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കും. ഓൺ ക്ലിക്ക് ഓഫ് എ ഫംഗ്ഷൻ, ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ആവും, അതാണ് ആഡ് ടു കാർട്ട്. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ആഡ് ടു കാർട്ട് വിച്ച് ഈസ് എ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ നോക്കും ഈഫ് JWT ടോക്കൺ ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ നേരെ റൗട്ടർ ഡോട്ട് പുഷ് ചെയ്യും. എവിടെ, സൈൻ ഇൻ പേജിലേക്ക് ഞാൻ പുഷ് ചെയ്യും. ദെൻ റിട്ടേൺ. നോക്കിക്കഴിഞ്ഞാൽ യൂസർ ലോഗിൻ ആണ്, ലോഗൗട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ഹോം പേജിലേക്ക് ലോഗിൻ ചെയ്യാണ്ട് വരും. ഇവിടെ ഞാനിപ്പോൾ ആഡ് ടു കാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലോഗിനിലേക്ക് പോകുന്നുണ്ട്. പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂസർ ലോഗിൻഡ് ആണെങ്കിൽ അവന് പ്രോഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം. സോ കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണ്, നമുക്ക് പ്രോഡക്റ്റാണ്. സോ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. സോ പ്രോഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻ, അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര എമൗണ്ടാണ്, അതേപോലെ തന്നെ ഏത് യൂസറാണ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ എല്ലാ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ബാക്ക് എൻഡിൽ ഒരു കളക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് യൂസർ കാർട്ട്. സോ ബേസിക്കലി യൂസർ കാർട്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസർ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര എമൗണ്ടാണ്, അതേപോലെ തന്നെ ഏത് പ്രോഡക്റ്റാണ്. സോ പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ എമൗണ്ട് ആയാലും അത് നമ്പറാണ്, ക്വാണ്ടിറ്റി നമ്പറാണ്. പ്രോഡക്റ്റ് അതൊരു റിലേഷൻഷിപ്പാണ്, റിലേഷൻഷിപ്പ് വിത്ത് ഓൾറെഡി ക്രിയേറ്റഡ് പ്രോഡക്റ്റിൻ്റെ റിലേഷൻഷിപ്പാണ് ഇവിടെ. ഓക്കെ, 1-to-1 റിലേഷൻഷിപ്പാണ്. സോ ഇത് ഫീൽഡ് നെയിം ഞാൻ കൊടുത്തു, ഇത് പ്രോഡക്റ്റ് കളക്ഷനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഏത് യൂസറാണ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് അതും ഒരു റിലേഷൻഷിപ്പാണ്. അത് ഞാനിവിടെ ഫീൽഡ് നെയിം യൂസേഴ്സ് പെർമിഷൻസ് യൂസർ എന്നാണ്, നമ്മൾ യൂസർ കളക്ഷനോടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് ഞാനിവിടെ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ വേറൊരു ഫീൽഡ് ഉണ്ട്, യൂസർ ID. സോ യൂസർ ID എന്ന് പറയുമ്പോൾ യൂസറിൻ്റെ നോർമൽ ID ആണ്. സോ ഇത് നമ്മൾ ആഡ് ചെയ്ത കാർട്ട് ഐറ്റമിനെ ഫെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ ഏതൊക്കെ ഐറ്റമാണ് യൂസർ ആഡ് ചെയ്തത് എന്ന് ഫെച്ച് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് ഈ യൂസർ ID യൂസ്ഫുൾ ആവും. സോ ഇതാണ് കളക്ഷൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ റോൾസ് നമ്മൾ ചേഞ്ച് ചെയ്യും. ഒത്തൻറ്റിക്കേറ്റഡ് ആണ്, നമ്മൾ പ്രോഡക്റ്റിലേക്ക് ഫുൾ ആക്സസ് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യും. അതേപോലെ തന്നെ യൂസർ കാർട്ടിലും നമ്മൾ ഫുൾ ആക്സസ് കൊടുത്ത് അതും സേവ് ചെയ്യും. ഓക്കെ, പിന്നെ യൂസർ പെർമിഷൻസിൽ യൂസർ എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആക്സസ് കൊടുത്ത് അതും നമ്മൾ സേവ് ചെയ്യും. സോ ഇതാണ് നമുക്ക് നമ്മുടെ ബാക്ക് എൻഡിൽ ചെയ്യാനുള്ള സെറ്റിങ്സ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ആഡ് ടു കാർട്ട് എന്നുള്ള API ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് API ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് സ്ട്രാപ്പി API ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവാം. റെസ്റ്റ് API റെഫറൻസ് എന്നുള്ള ആദ്യത്തെ ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ അവിടെ നമുക്ക് എൻഡ് പോയിൻ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. ഇവിടെ ഒരു എൻട്രി ആഡ് ചെയ്യാനായിട്ട്, കാർട്ടിലേക്ക് നമ്മൾക്ക് ഒരു എൻട്രി ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ URL വരുന്നത് /API/API ID എന്നാണ്. സോ ഈ API ID എവിടെ നിന്ന് കിട്ടും, അത് നമ്മുടെ കണ്ടൻറ് ബിൽഡറിലേക്ക് വന്നാൽ യൂസർ കാർട്ടിൻ്റെ
API ID ആണിത്. സോ പ്ലൂറൽ യൂസർ ഹൈഫൺ കാർഡ്സ് എന്നാണ് അതിൻ്റെ ID. ഓക്കെ, പിന്നെ വരുന്നത് മെത്തേഡ് പോസ്റ്റ് ആണ്. ഡേറ്റ ആഡ് ചെയ്യുന്നതല്ലേ, സോ അത് മെത്തേഡ് പോസ്റ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡേറ്റ പാസ് ചെയ്യേണ്ടത്? സോ അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ വന്നാൽ ഇവിടെ കാണിക്കും ക്രിയേറ്റ് ആൻ എൻട്രി. അവിടെ API/ നമ്മുടെ കേസിൽ യൂസർ കാർഡ്സ് എന്നാണ് ഡേറ്റ വരുന്നത്. അവിടെ ഒരു ഡേറ്റ എന്നുള്ളൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്തിട്ട് ആ ഒരു പ്രോപ്പർട്ടീനകത്ത് എന്താണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, നമ്മുടെ കേസിൽ നമ്മുടെ കളക്ഷൻസിലുള്ള കോളംസ് ആണ്. സോ നമ്മുടെ കളക്ഷൻസിൽ വരുന്ന കോളംസ് ക്വാണ്ടിറ്റി, എമൗണ്ട്, പ്രോഡക്റ്റ് എന്നുള്ളതാണ്. സോ ഈ എല്ലാ കാര്യങ്ങളാണ് നമ്മുടെ കേസിൽ വരുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ എന്നുള്ള പ്രോപ്പർട്ടീനകത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു API ഇംപ്ലിമെൻറ്റ് ചെയ്യാം. യൂട്ടിൽസ് ഗ്ലോബൽ APIയിലേക്ക് പോവും. അവിടെ കോൺസ്റ്റ് ആഡ് ടു കാർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി ഇറ്റ് ഈസ് ടേക്കിംഗ് ഡേറ്റ JWT ടോക്കൺ ആണ്. ഓക്കെ, ഇത് ആക്സിയോസ് ക്ലയൻറ്റ് ഡോട്ട് പോസ്റ്റ് ആണ്. പോസ്റ്റിൽ എന്താണ് വരുന്നത്, സ്ലാഷ് പ്ലൂറൽ API ID. സോ അത് യൂസർ കാർഡ്സ് എന്നാണ്, യൂസർ ഹൈഫൺ കാർഡ്സ്. പിന്നെ വരുന്നത് ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡേറ്റ സോ ആഡ് ടു കാർട്ട് എന്നുള്ളത് അത് ഒത്തൻറ്റിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡേഴ്സ് പാസ് ചെയ്യേണ്ടി വരും. സോ ഹെഡേഴ്സ്, അതിൽ നമുക്ക് ടോക്കൺ പാസ് ചെയ്യണം. സോ അതിനായിട്ട് ഹെഡേഴ്സിൽ ഓത്തറൈസേഷൻ ഇട്ട് കൊടുക്കും. ഓത്തറൈസേഷൻ അവിടെ ടോക്കൺ പാസ് ചെയ്യാനായിട്ട് ആദ്യം ബെയറർ പ്ലസ് ബെയറർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ JWT ടോക്കൺ ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ ഹെഡർ പാസ് ചെയ്യാനുള്ള ഫോർമാറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ആഡ് ടു കാർട്ട് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ഡൺ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ടു കാർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിൽസിൽ വന്നാൽ ആദ്യം നമുക്ക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഡേറ്റ കോൺസ്റ്റ് ഡേറ്റ, അതെന്താണ്, അതിനകത്ത് ഡേറ്റ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി വരുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. സോ ഡേറ്റനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? സോ ഈ ഒരു ഡേറ്റനകത്ത് നമുക്ക് കോളംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ കേസിൽ ക്വാണ്ടിറ്റി, എമൗണ്ട്, പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ലെറ്റ് മീ ആഡ് ദാറ്റ്. സോ ആദ്യം ക്വാണ്ടിറ്റി ഇസ് ക്വാണ്ടിറ്റി. എമൗണ്ട് എന്താണ്, അത് ക്വാണ്ടിറ്റി ഇൻടു പ്രോഡക്റ്റ് ടോട്ടൽ പ്രൈസ് ആണ്. ഡോട്ട് ടു ഫിക്സ്ഡ് ചെയ്യാം, കാരണം നമുക്ക് ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു 2 പോയിൻറ്റ്സ് മതി. പിന്നെ വരുന്നത് പ്രോഡക്റ്റ്സ് ആണ്. സോ പ്രോഡക്ട്സ്, അത് പ്രോഡക്റ്റ് ID നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും, പ്രോഡക്റ്റ് ഡോട്ട് ID. പിന്നെ യൂസേഴ്സ് പെർമിഷൻ, യൂസേഴ്സ് പെർമിഷൻ യൂസർ. സോ യൂസർ എവിടെ നിന്നാണ് കിട്ടുന്നത്? യൂസർ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റോറേജിൽ നിന്ന് കിട്ടും. പക്ഷേ സെഷൻ സ്റ്റോറേജിൽ നമ്മൾ JSON സ്ട്രിംഗിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിന് നമുക്ക് JSON പെയർസ് ചെയ്യേണ്ടി വരും. JSON ഡോട്ട് പെയർസ് സെഷൻ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം എന്താണ്, യൂസർ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് യൂസർ ID എടുക്കും, യൂസർ ഡോട്ട് ID എടുക്കും. പിന്നെ വരുന്നത് യൂസർ ID ആണ്. സോ യൂസർ ക്യാപിറ്റൽ ID, അത് യൂസർ ഡോട്ട് ID ആണ്. ഈ കിട്ടിയ ഡേറ്റ എനിക്കിപ്പോൾ ഇനി നമ്മുടെ APIയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് ഗ്ലോബൽ API ഇമ്പോർട്ട് ചെയ്തു ഡോട്ട് ആഡ് ടു കാർട്ട്, ഡേറ്റ പാസ് ചെയ്യും, ഡേറ്റ JWT ടോക്കൺ ആണ്. ഓക്കെ, സോ വൺസ് ഇറ്റ് ഈസ് ഡൺ, ദെൻ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടോസ്റ്റ് ഇട്ട് കൊടുക്കും. ടോസ്റ്റ് ഫ്രം സോണാർ. ഇവിടെ ഞാൻ പറയും ആഡഡ് ടു കാർട്ട്. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും എറർ ആണെങ്കിൽ നമ്മൾ ആ എററും കൂടി കാണിക്കും. എറർ നമ്മൾ എന്ത് കാണിക്കും, ടോസ്റ്റ് ഇട്ട് കൊടുക്കും. ടോസ്റ്റ് എറർ വൈൽ ആഡിങ് ടു കാർട്ട്. ഓക്കെ,
ഇത്രയായിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ആഡ് ടു കാർട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആഡഡ് ടു കാർട്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഒരു 4 ഐറ്റം ആഡ് ചെയ്യും. ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ കണ്ടൻറ് ടൈപ്പ് ബിൽഡറിൽ വന്നാൽ കണ്ടൻറ് മാനേജറിൽ പോയാൽ യൂസർ കാർട്ടിനകത്ത് ഡേറ്റ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, എമൗണ്ട് ഉണ്ട്, യൂസർ ഐ ഡി ഉണ്ട്, ബട്ട് യൂസേഴ്സ് പെർമിഷൻ പ്രോഡക്റ്റും ഇല്ല. വൈ? സോ ഇത് പ്രോഡക്റ്റാണ്. ദെൻ ദിസ് ഈസ് യൂസർ പെർമിഷൻസ് യൂസറാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യും. ഇതെല്ലാം ക്ലിയർ ചെയ്യാം. ഡിലീറ്റ്, കൺഫേം. പുതുതായി ഒന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ടു കാർട്ട് നമ്മുടെ യൂസർ കാർട്ടിൽ പുതിയൊരു എൻട്രി ആഡ് ആയിട്ടുണ്ട്. അത് യൂസർ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി, എമൗണ്ട്, യൂസർ ഐ ഡി എല്ലാം കാണിക്കുന്നുണ്ട്. പെർഫെക്റ്റ്. ഇനി നമുക്കുള്ളത് ലോഡർ ആഡ് ചെയ്യലാണ്. സോ സൈൻ ഇൻ അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ നമ്മൾ ലോഡർ ആഡ് ചെയ്തിട്ടില്ലേ, സെയിം അതേ രീതിയിൽ നമ്മൾ ഇവിടെയും ഒരു ലോഡർ ആഡ് ചെയ്യും. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. സെയിം പ്രോസസ്സാണ്. ഓക്കെ, സോ ഇത് സെറ്റ് ലോഡിങ് ഇനീഷ്യലി ഇവിടെ ട്രൂ ആവും. ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രൂ ആവും. JWT ടോക്കൺ ഇല്ലെങ്കിൽ സെറ്റ് ലോഡിങ് ഫാൾസ് ആവും. ഓക്കെ, സോ ഈ ഒരു സംഭവം കോപ്പി ചെയ്യാം. കോപ്പി ഗ്ലോബൽ API എവിടെയും ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ എററിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ വരുന്നത് താഴെ ബട്ടൺ എവിടെയാണ്. അപ്പോൾ ബട്ടൺ എന്ത് ചെയ്യും, ഇവിടെ കണ്ടീഷൻ ഇട്ട് കൊടുക്കും. ആഡ് ടു കാർട്ടിൽ ആഡ് ടു കാർട്ടാണ്. തുടർന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും. യെസ്. പിന്നെ ഒരു കണ്ടീഷനും കൂടി, ബട്ടണിൽ ഡിസേബിൾഡ് ആവും ഇപ്പോൾ ലോഡിംഗ് ഉണ്ടെങ്കിൽ. ലോഡിങ്ങിലാണെങ്കിൽ ബട്ടൺ ഡിസേബിൾഡ് ആവും. ഡൺ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ടു കാർട്ട് ഒരു സ്പിന്ന് പെട്ടെന്ന് വന്നിട്ട് അത് പോകുന്നുണ്ട്. ഓക്കെ, അത് ആഡ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോട്ടൽ കാർട്ട് ഐറ്റംസ് ആണ്. സോ എത്ര കാർട്ട് ഐറ്റംസ് യൂസർ ആഡ് ചെയ്തു ആ ഒരു കൗണ്ട് നമ്മൾക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരെ ഹെഡേഴ്സിലേക്ക് പോവും. അവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ എന്താണ് സ്റ്റേറ്റ്? സോ കോൺസ്റ്റ് ടോട്ടൽ കാർട്ട് ഐറ്റം. സെറ്റ് ടോട്ടൽ കാർട്ട് ഐറ്റം ഇനീഷ്യൽ വാല്യൂ 0 ആണ്. സോ ഈ ഒരു ടോട്ടൽ കാർട്ട് ഐറ്റം ഞാൻ എവിടെ കാണിക്കും, നമ്മുടെ ഹെഡറിൽ ഷോപ്പിംഗ് ബാഗിൻ്റെ അടുത്ത് 0 എന്ന് കാണിക്കുന്നുണ്ട്, ഹാർഡ് കോഡഡ് വാല്യൂ. അത് ഞാനിപ്പോൾ സ്റ്റേറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് സ്റ്റേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ടോട്ടൽ കാർട്ട് ഐറ്റം കാണിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ കാർട്ട് പ്രോഡക്ട്സ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടി വരും. എത്രയാണ് യൂസർ ആഡ് ചെയ്തത് കാർട്ടിലേക്ക്, ആ ഡേറ്റാസ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടി വരും. സോ ഗെറ്റ് കാർട്ട് ഐറ്റംസ് ആണ്. സോ അതിൻ്റെ APIയും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനായിട്ട് ഞാനിവിടെ താഴെ ഒരു API ക്രിയേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൺസ്റ്റ് ഗെറ്റ് കാർട്ട് ഐറ്റം, ഗെറ്റ് കാർട്ട് ഐറ്റംസ് വിച്ച് ഈസ് ഈക്വൽസ് ടു, സോ ബേസ്ഡ് ഓൺ വാട്ട്, അപ്പോൾ എന്ത് ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ കാർട്ട് ഐറ്റംസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടൻറ് മാനേജറിലേക്ക് വന്നാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ഈച്ച് യൂസർ കാർട്ടിൽ നമ്മൾ യൂസർ ID സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ യൂസർ ID ആണ് നമ്മൾ കാർട്ട് ഐറ്റം ഫെച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ യൂസേഴ്സിൻ്റെയും കാർട്ട് ഐറ്റംസ് എത്രയാണ് അതാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും, യൂസർ ID എടുക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസർ ID ആണ് പാരാമീറ്റർ ആയിട്ട് എടുക്കാൻ പോകുന്നത്, പ്ലസ് JWT ടോക്കൺ ഫോർ ഒത്തൻറ്റിക്കേഷൻ. ഓക്കെ, നമ്മൾ ഓത്തറൈസേഷൻ ചെയ്യാൻ വേണ്ടി JWT ടോക്കണും നമ്മൾ എടുക്കും. എന്നിട്ടുള്ളത് ആക്സിയോസ് ക്ലയൻറ്റ് ഡോട്ട് ഗെറ്റ് ആണ്. ഓക്കെ, ഗെറ്റ്.
സോ എങ്ങനെയാണ് URL വരുന്നത്? URL വരുന്നത് നമ്മുടെ യൂസർ കാർട്ട് അതിൻ്റെ API ID വരും. സോ അത് യൂസർ കാർഡ്സ് എന്നാണ്, കാർഡ്സ്. എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ഇട്ട് കൊടുക്കും. ഓക്കെ, ഫിൽട്ടേഴ്സ് ഓഫ് വാട്ട്? ഫിൽട്ടേഴ്സ് ഓഫ് യൂസർ ID ആണ്, യൂസർ ID. ഓക്കെ, യൂസർ ID ഈക്വൽസ് ടു ഒരു പർട്ടിക്കുലർ യൂസർ ID. ഇപ്പോൾ നമ്മുടെ കേസിൽ യൂസർ ID എന്നുള്ള പാരാമീറ്ററാണ് യൂസർ ID. ഓക്കെ, യൂസർ ID. എന്നിട്ട് നമ്മൾ ഡേറ്റ പോപ്പുലേറ്റ് ചെയ്യും. ആൻഡ് പോപ്പുലേറ്റ്. ഓക്കെ, നമുക്ക് ഹെഡേഴ്സ് കൊടുക്കണം. സോ ഹെഡേഴ്സിൽ ഓത്തറൈസേഷൻ ഉണ്ട്. ഓത്തറൈസേഷൻ ബെയറർ സ്പേസ് പ്ലസ് JWT ടോക്കൺ ആണ്. ഓക്കെ, നമുക്ക് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഡോട്ട് ദെൻ റെസ്പോൺസ് കിട്ടും. റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് ഡേറ്റ ഡോട്ട് ഡേറ്റ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു API ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു API നമുക്ക് നമ്മുടെ ഹെഡറിൽ കോൾ ചെയ്യാം. ഓക്കെ, സോ അതിനായിട്ട് ആദ്യം ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ലെറ്റ്സ് ടേക്ക് കോൺസ്റ്റ് ഗെറ്റ് കാർട്ട് ഐറ്റംസ്, ഗെറ്റ് കാർട്ട് ഐറ്റംസ് വിച്ച് ഈസ് ഈക്വൽസ് ടു ഒരു ഫംഗ്ഷനാണ്, ആരോ ഫംഗ്ഷനാണ്. ഓക്കെ, അതിൽ നമ്മൾ കാർട്ട് ഐറ്റം ഫെച്ച് ചെയ്യും. സോ കാർട്ട് ഐറ്റം ലിസ്റ്റ് ഫ്രം ഗ്ലോബൽ API ആണ്. ഡോട്ട് ഗെറ്റ് കാർട്ട് ഐറ്റംസ് ആണ്. ഇവിടെ നമ്മൾ യൂസർ ID കൊടുക്കണം, JWT ടോക്കണും കൊടുക്കണം. സോ ഇവിടെ രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും ഫോർ യൂസർ. എവിടെ നിന്നാണ് കിട്ടുന്നത്? സോ ഇറ്റ് ഈസ് JSON.pairs സെഷൻ സ്റ്റോറേജ് എന്നല്ലേ. സോ സെഷൻ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം ഓഫ് യൂസർ. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡയറക്റ്റ് എഴുതുന്നത്. കോൺസ്റ്റ് JWT equals to സെഷൻ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം. ഇത് JWT ആണ്. ഇനിയിപ്പോൾ നമുക്ക് കാർട്ട് ഐറ്റംസിൽ കൊടുക്കാനുള്ളത് ഒന്ന് യൂസർ ID ആണ്. സോ യൂസർ ഡോട്ട് ID, പിന്നെ ഉള്ളത് JWT ടോക്കൺ. പിന്നെ ഇത് സെർവർ സൈഡ് ആയതുകൊണ്ട് തന്നെ അവൈറ്റ് ഇട്ട് കൊടുക്കണം. അവൈറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫംഗ്ഷൻ സിങ്ക് ആക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതൊരു യൂസ് എഫക്റ്റിനകത്ത് ഇട്ട് കൊടുക്കും. യൂസ് എഫക്റ്റ് എന്തിനാണ് വീണ്ടും എടുക്കുന്നതെന്ന് എനിക്കൊരു ചോദ്യം ഉണ്ടാവും. അത് നിങ്ങൾക്കിപ്പോൾ ക്ലാരിഫൈ ചെയ്ത് തരാം. സോ ലെറ്റ് മീ ടേക്ക് എ യൂസ് എഫക്റ്റ് ആൻഡ് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ യൂസർ കാർട്ടിൽ നിന്ന് ഡേറ്റ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? യൂസർ കാർട്ടിൻ്റെ ടോട്ടൽ കാർട്ട് ഐറ്റം എത്രയാണെന്ന് നമുക്കിവിടെ കാണിക്കാനുണ്ട്. സോ റൈറ്റ് നൗ ഇറ്റ് ഈസ് 0. ഞാൻ എന്ത് ചെയ്യും? ടോട്ടൽ. സോ സെറ്റ് ടോട്ടൽ കാർട്ട് ഐറ്റംസ് എന്താണ്? കാർട്ട് ഐറ്റം ലിസ്റ്റ് ഡോട്ട് ലെങ്ത് ആണ്. ഞാനിവിടെ ഓപ്ഷണൽ ചെയിനിങ് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാർട്ട് ഐറ്റമും നമുക്ക് ലഭിക്കുന്നുണ്ട്. പെർഫെക്റ്റ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്, അതായത് ഇപ്പോൾ കാർട്ടിൽ 5 ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഞാൻ കാർട്ടിലേക്ക് ഐറ്റം ആഡ് ചെയ്യും. ഒരു 2 ഐറ്റം ആഡ് ചെയ്തു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് 5 തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്താൽ അതെന്താവും? ആ 5 7 എന്ന് കാണിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ആഡ് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു കാർട്ട് ഐറ്റം അപ്ഡേറ്റ് ആവണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും? യൂസ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ യൂസ് കോണ്ടെക്സ്റ്റ് എന്താണ്, എന്ത് സംഭവമാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്യും? കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യും. സോ അതിനായിട്ട് ഞാൻ പുതിയൊരു ഫോൾഡർ ആപ്പിൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് _context. സോ ഇതിനകത്ത് പുതിയൊരു കോണ്ടെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് .jsx.
ഇനിയിപ്പോൾ എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക? സോ എക്സ്പോർട്ട് കോൺസ്റ്റ് അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് ആണ്. അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് which is equals to create context from React. സോ ഇതിൽ ഇനീഷ്യൽ വാല്യൂ null എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിപ്പോൾ ഞാൻ എൻ്റെ ലേഔട്ടിൽ റാപ്പ് ചെയ്ത് കൊടുക്കും. സോ ഞാൻ ലേഔട്ടിലേക്ക് വന്നു. അവിടെ ബോഡിനകത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കും. അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡർ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഞാൻ വാല്യൂ പാസ് ചെയ്യും. സോ അതിനായിട്ട് ഞാനൊരു വാല്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് അപ്ഡേറ്റ് കാർട്ട് സെറ്റ് അപ്ഡേറ്റ് കാർട്ട് is equals to use state from React initial value false ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കാർട്ട് അതേപോലെ തന്നെ സെറ്റ് അപ്ഡേറ്റ് കാർട്ട് വാല്യൂ ആയിട്ട് പാസ് ചെയ്യും. വാല്യൂ ഒരു ഒബ്ജക്റ്റ് ആണ്. അതിൽ ഞാൻ അപ്ഡേറ്റ് കാർട്ട് അതേപോലെ തന്നെ സെറ്റ് അപ്ഡേറ്റ് കാർട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, ഫൈൻ. ഇനി നമുക്കിത് യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് ഐറ്റം ഡീറ്റെയിലാണ്. ഞാൻ കാർട്ടിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ അപ്ഡേറ്റ് കാർട്ട് ട്രൂ ഓർ ഫാൾസ് ചെയ്യും. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഈ രണ്ട് സംഭവം യൂസ് ചെയ്യും. സോ കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് കർലി ബ്രേസ് ഇട്ട് കൊടുക്കും. അവിടെ അപ്ഡേറ്റ് കാർട്ട് അതേപോലെ തന്നെ സെറ്റ് അപ്ഡേറ്റ് കാർട്ട് എന്ന് ഇട്ട് കൊടുക്കും. ഇതെവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്? യൂസ് കോണ്ടെക്സ്റ്റ് ഓഫ് അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. സോ യൂസ് കോണ്ടെക്സ്റ്റ് ഫ്രം വെയർ? യൂസ് കോണ്ടെക്സ്റ്റ് ഫ്രം റിയാക്റ്റ് ആണ്. അപ്ഡേറ്റ് കാർട്ട് കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതായത് കാർട്ടിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്താൽ ഞാൻ സെറ്റ് അപ്ഡേറ്റ് കാർട്ട് അപ്ഡേറ്റ് ചെയ്യും. എന്താണ് അപ്ഡേഷൻ? അതായത് ഓൾറെഡി ഉള്ള അപ്ഡേറ്റ് കാർട്ടിൻ്റെ വാല്യൂ ഞാൻ നെഗറ്റീവ് ചെയ്യും. ഓക്കെ, സോ ട്രൂ ഉണ്ടെങ്കിൽ ഫാൾസ് ഉണ്ടെങ്കിൽ ട്രൂ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു സംഭവം ഹെഡറിലും യൂസ് ചെയ്യും. സോ ഹെഡറിലേക്ക് വന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ആക്സസ് ചെയ്യും. കോൺസ്റ്റ് അപ്ഡേറ്റ് കാർട്ട് സെറ്റ് അപ്ഡേറ്റ് കാർട്ട്. ഓക്കെ, ഫ്രം യൂസ് കോണ്ടെക്സ്റ്റ് ഫ്രം റിയാക്ട്. ഇവിടെ അപ്ഡേറ്റ് കാർട്ട് എന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ കാർട്ട് ഐറ്റംസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ അപ്ഡേറ്റ് കാർട്ടാണ്. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കാർട്ട് ഐറ്റമിൽ 8 ഐറ്റംസ് ഉണ്ട്. ഞാൻ ഐറ്റം ആഡ് ചെയ്യും. 2 ഐറ്റം ആഡ് ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ കാർട്ട് ഐറ്റം അപ്ഡേറ്റ് ആവുന്നുണ്ട് യൂസിങ് യൂസ് കോണ്ടെക്സ്റ്റ്. ഡൺ.